ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എണീറ്റതാണ്. ആദ്യം തന്നെ ഇതാ ചായയൊക്കെ ഒന്ന് കാച്ചിയെടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കറി വെക്കാനുണ്ടായിരുന്നു. തലേന്ന് ഞാൻ എന്തെങ്കിലും ചിരങ്ങ എന്തെങ്കിലും അങ്ങനെയൊക്കെ താളിപ്പ് ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ അതൊന്നും ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ തലേന്ന്. അതുകൊണ്ട് തന്നെ ഞാനിതാ തക്കാളി താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ പൊട്ടിച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിലിതാ ഞാൻ വേഗം ബിരിയാണി ഉണ്ടായിരുന്നേ, അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിക്ക് ബിരിയാണി വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബിരിയാണിയും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചെറിക്ക് സാദാ ചോറ് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പേരിയും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കോഴിമുട്ട മാത്രം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ എന്താ തക്കാളി താളിപ്പിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് കറിയാക്കി എടുക്കുന്നുണ്ട്. അതിനിടയിൽ കോഴിമുട്ടയൊക്കെ ഒന്ന് ഒടിച്ചെടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട്. ലാസ്റ്റ് ഞാൻ ഇത് ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് കോഴിമുട്ട പൊരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് നേരമായപ്പോൾ അത്താഴം കഴിക്കുന്നുണ്ട്. തക്കാളി താളിപ്പും കോഴിമുട്ടയും ചോറും ചെറിക്ക് എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ചായ ഒഴിച്ചു കൊടുത്തു. ഞാൻ തൈരും ബിരിയാണിയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അതൊക്കെ അത്താഴം കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിട്ടോ. ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിപ്പം മോൻക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഇത് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡിലിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ റോബസ്റ്റ് പായ ഉണ്ടല്ലോ, അതൊന്ന് ബ്രെഡിൽ മുക്കിയെടുത്തിട്ട് ലാസ്റ്റ് റോബസ്റ്റ് പായ എടുത്തിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ മോൻക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കുകയും ചെയ്ത് മോക്കുള്ളത് ഇതേപോലെയും കൂടി ആക്കിട്ടോ. ഇതിൻ്റെ മുകളിൽ വേറെ ഒരു ബ്രെഡൊന്നും വെച്ചിട്ടില്ല, അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ക്ലീനിങ്ങും കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകട്ടോ. ഇന്ന് പിന്നെ അമ്മോൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ ഞാൻ മോനെ സ്കൂളിലൊക്കെ പറഞ്ഞേച്ച് സ്കൂൾ വിട്ട് വന്ന് ഒരു ഏകദേശം ഒരു 3:30 ആയപ്പോഴാണ് കേട്ടോ പോകുന്നത്. നേരിട്ടുള്ള ബസ് കിട്ടി. പിന്നെ നമ്മൾ അങ്ങോട്ട് അമ്മോൻ്റെ വീട്ടിലേക്ക് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഇത് അവിടെ എത്തിയപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചും കൂടി ആൾക്കാർ വരാണ്ട്. അപ്പോൾ സമൂസ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ ഒന്ന് കട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. മേമാരൊക്കെ സമൂസ ചുടലും അങ്ങനെ ഓരോ പണിയിലാണ് കേട്ടോ. അമ്മായികളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. വാപ്പാപ്പി മമ്മി ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഒരു വിഷമമുണ്ട് എന്നുള്ളൂ. ഏതായാലും അവർക്കിതൊക്കെ സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുമ്പം പറയുക, നല്ലൊരു ഹാപ്പിനെസ്സാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അങ്ങനെ ഓരോരുത്തർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ പരിപാടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പത്തിരി അതുപോലെ കൂട്ടാനുണ്ടല്ലോ, മറ്റേ പൂളിയും ഇതൊക്കെ ഇട്ട് വെച്ചത്, ബീഫൊക്കെ ഇട്ട് വെച്ചത്, അതൊക്കെ ആദ്യം തന്നെ അവർ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും ജ്യൂസ് അടിക്കാനുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ടോ. അങ്ങനെ കൂട്ടാനുണ്ട്. പിന്നെ കോഴി മുളകിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനങ്ങനെ നോമ്പിന് തരിക്കഞ്ഞി ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ, പക്ഷേ നേരം കിട്ടാത്തതുകൊണ്ട് ഉണ്ടാക്കാറില്ല കേട്ടോ. തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇറച്ചി വരട്ടിയതൊക്കെ ഇതൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ആ നോമ്പ് തുറക്കുന്ന ആ ടൈമിൽ തന്നെ ആയി കിട്ടണമല്ലോ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വലിയ ആങ്ങളേൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ നോമ്പറ. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങനെ സമൂസ പൊരിക്കലും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഈ സമൂസ നമ്മൾ സമൂസ ഷീറ്റിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. മൈദയൊക്കെ പരത്തി എടുത്തിട്ട് അതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ നിറച്ചിട്ട് നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ അമ്മോൻ്റെ മോനാണ്. അപ്പോൾ ഇവൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഉള്ളവരെയും കൂടി സൽക്കരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു, അത് ആ മഞ്ഞവെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ വേഗം നിന്നിട്ടുള്ളത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനുള്ള ആ ഒരു സെക്ഷനിലായിരുന്നു കേട്ടോ. പിന്നെ സ്നാക്സ് ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ വത്തക്കയും പിന്നെ മുന്തിരി, കൈതച്ചക്ക, പിന്നെ മാങ്ങൻ്റെ ജ്യൂസും കക്കരിക്കൻ്റെ ജ്യൂസുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 2 ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചട്ടിപ്പത്തിരിയൊക്കെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല പറയുക 2 ചട്ടിപ്പത്തിരി ഉണ്ട് കേട്ടോ. ഒന്ന് മധുരമുള്ളതും ഒന്ന് എരിവുള്ളതുമാണ് കേട്ടോ.
അങ്ങനെ എരിവുള്ളതും മധുരമുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തു. പിന്നെ മാങ്ങയ്ക്ക് അതവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ എല്ലാം ഇതേപോലത്തെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കക്കരിക്ക ജ്യൂസ് അടിക്കാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഓട്ടക്കൈയിലുണ്ടല്ലോ, സോറി ഓട്ടപാത്രമല്ല കേട്ടോ, ഓട്ടക്കൈയിൽ നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നോമ്പെടുക്കാനായപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറത്ത് ആണുങ്ങൾക്ക് വെച്ച് കൊടുക്കാനുള്ള ടേബിൾ മേലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് റാഹത്തായിട്ട് ഇന്നത്തെ നോമ്പ് തുറൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോകാനോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കസിൻസ് എല്ലാവരും കൂടി കാരശ്ശേരി ജംഗ്ഷനിൽ കുലുക്കി സർബത്ത് ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കയറിയിട്ട് അതൊക്കെ കുടിച്ച് എല്ലാവരും കൂടി സലാം പറഞ്ഞിട്ട് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.